നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇങ്ങനെ കാണാൻ പൂതിയാവണത് ആരാ? ഉമ്മാനുപ്പാന് ഉമ്മാനിപ്പാനി. ഉമ്മപ്പി കഴിഞ്ഞിട്ട് വേറെ എന്തോ ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടത്തോടെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വരുന്നത്. ഈ അടുത്ത് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് ഒരു ആവശ്യവുമായി കർണാടകയിലെ കുന്താപുര ഭാഗത്ത് പോയപ്പോൾ അവിടെ ഒരു ഉപ്പ നമ്മളോട് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ആ ഉപ്പ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദെ, എനിക്ക് 5 പെണ്ണുമക്കളാണ്. അതിലൊരു മക്കളെ അള്ളാഹു പെട്ടെന്ന് തന്നെ വിളിച്ചു. ബാക്കിയുള്ള 4 മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തി. എന്നിട്ട് 4 പേരെയും കെട്ടിച്ചു കൊടുത്തു. 4 പേർക്കും ഓരോ വീടുകളും നിർമ്മിച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് നല്ലോണം വയസ്സാണ് ഉസ്താദെ. എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് എഴുന്നേറ്റ് നേരെ നടക്കാൻ പോലും വലിയ പ്രയാസമാണ്. എന്നിട്ട് എൻ്റെ മക്കള് എന്നെ നോക്കാൻ വരാതെ വർഷങ്ങളോളമായി. കുറെ ദൂരം എന്നല്ല, ഇവിടെ 1-2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. എന്നിട്ട് പോലും എൻ്റെ മക്കള് എന്നെ നോക്കാൻ വരുന്നില്ല ഉസ്താദേ. ആ ഉപ്പ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എല്ലാവരും ഒറ്റയടിക്ക് കരഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മളെ പൊന്നുപോലെ വളർത്തി, നമ്മളെ പൊന്നുപോലെ ആക്കിയ ആ മാതാപിതാക്കളെ അവർക്ക് വയസ്സാകുന്ന കാലത്ത് നമ്മളല്ലാതെ മറ്റാരാണ് അവരെ നോക്കേണ്ടത്? അവരുടെ വാല്യൂ ഉള്ളപ്പോ നമുക്കൊരിക്കലും അറിയില്ല. അത് നഷ്ടപ്പെടണം. അതിന്റെ വാല്യൂ അറിയണമെങ്കിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകട്ടെ.